എവിടെ എത്തിയില്ല ഒന്നും ആയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം വരട്ടെ. 2014 ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോണത്. അവിടുന്ന് 2 വർഷം ജോലി ചെയ്ത് ഡ്രൈവർ വിസ ഉള്ള ആൾക്കാരൊക്കെ ഷോപ്പിൽ വർക്ക് ചെയ്ത് കാരണങ്ങാണ്ട് ഒരു നിയമം വന്ന് ആ സമയത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് എത്തി. അതിനുശേഷം ഞാൻ അബുദാബിക്ക് ജോലിക്ക് പോയി 4 വർഷം ജോലി ചെയ്ത് കൊറോണ വന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് എത്തി. അതിനുശേഷം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒന്ന് ക്യാമറൻ്റെ മുമ്പിൽ ഒന്നും ഇങ്ങനെ വർത്താനം പറയുമ്പോഴത്തേക്ക് ആകെ വിറയലും ഒന്നും വർത്താനം പറയാനും ഇപ്പോഴും കിട്ടണില്ല. എന്നാലും ഞാൻ ആ സമയത്ത് ഒന്നും കിട്ടണില്ല ഇനിയും. അപ്പോൾ ഞാൻ ആ ഒരു ആഗ്രഹം ഞാൻ അവസാനിപ്പിച്ച് ഒരു പൂച്ച ബിസിനസ് തുടങ്ങി. പൂച്ചനെ വളർത്തിയും കൊടുക്കുന്ന ആ സമയത്ത് പൂച്ചകൾക്കൊന്നും വില കിട്ടാതായി. അങ്ങനെ ആ ഒരു ബിസിനസ്സും പൊട്ടിപ്പോയി. അതിനുശേഷം ഞാൻ ചെറിയൊരു കഫേ തുടങ്ങി. ചെറിയൊരു കഫേ, ഒരു ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഫേ സ്വന്തമായിട്ട് ഹട്ടൊക്കെ ഉണ്ടാക്കിയാണ്ട് പെയിന്റ് ഒക്കെ അടിച്ച് ഞാനും എൻ്റെ ഉപ്പിയും അനിയനൊക്കെ കൂടിയാണ്ട് ഒരുപാട് മരങ്ങളൊക്കെ കൊണ്ടുവന്നുകാണ്ട് ഒരു ചെറിയ കഫേ തുടങ്ങി. കഫേ തുടങ്ങിയ പൈസ മുഴുവനും ആ കഫേമേക്ക് ഞാൻ ഇട്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേറൊരു വകുപ്പില്ല, പൈസ ഇല്ലാതായി. അങ്ങനെ ഞാൻ വേറെ ജോലി തേടിങ്ങാണ്ട് റാസൽ ഖൈമ പോയി. റാസൽ ഖൈമ 1 വർഷം നിന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ തിരിച്ചവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പോകുന്നതിന് ശേഷം 1 വർഷം വീണ്ടും നാട്ടിൽ നിന്ന് സമയത്താണ് ഇങ്ങോട്ട് മലേഷ്യക്ക് ഒരു ജോലി കിട്ടിയത്. അങ്ങനെ ജോലി കിട്ടി ഇവിടെ വന്ന് ഇപ്പോൾ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും തോന്നിയത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനോ എന്നുള്ളത്. അങ്ങനെ തുടങ്ങി ഞാൻ കുറേ വീഡിയോസ് ഇട്ടു. മാസ്ക് ഇട്ടുങ്ങാണ്ട് ഞാൻ തുടക്കം മുതലേ ഞാൻ മാസ്ക് ഇട്ടുങ്ങാണ്ട് വീഡിയോ ചെയ്തു. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇതെന്തിനാ അങ്ങനെ മാസ്ക് ഇട്ടുങ്ങാണ്ട് വീഡിയോ ചെയ്യണത്? ചെയ്യുന്ന വീഡിയോ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, രസമുണ്ട് കാണാൻ, പിന്നെ കുഴപ്പമില്ലാത്ത വർത്താനം പറയുന്നുണ്ട്, പിന്നെ എന്തിനാ ഈ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു. എന്തിനാ മാസ്ക് ഇടണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ആ സമയത്ത് എനിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്, കുറച്ച് കോൺഫിഡൻസ് വളരെ കുറവേന്. അപ്പൊ ഞാൻ ഇപ്പൊ തീരുമാനിച്ച് മാസ്ക് ഇടാതെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാം. ഞാനിപ്പോ എന്റെ മുഖങ്ങൾ ആരെങ്കിലും കണ്ടു വിചാരിച്ചാൽ ഒന്നും പറ്റാൻ പോകണമെന്നില്ല, വികൃതമായ മുഖമൊന്നും അല്ലാത്തതുകൊണ്ട് മാസ്ക് ഇടാതെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാലോ വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വലിയ യൂട്യൂബറാന്നല്ല പറഞ്ഞത്. എനിക്ക് ആകെ 500 സംതിങ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ തളർന്നിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കന്നെ വേണ്ടി ഒരു കാലാകാലം. നേരെ മറിച്ച് നിങ്ങളൊന്ന് എണീച്ച് നിങ്ങാണ്ട് ഒന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഞാൻ ഒരുപാട് ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബിസിനസ്സാണ്, വലിയ ബിസിനസ്സല്ല, എന്നാലും പറ്റുന്ന രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും ഞാൻ തളർന്നിട്ടില്ല. കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ജോലിയും കിട്ടിയത്. ഇപ്പം നിങ്ങൾ മുമ്പിൽ നിങ്ങാനിങ്ങനെ വർത്താനം പറയണത്. അപ്പോൾ ഞാൻ ഒന്നേ പറയാനുള്ളൂ, തളർന്നിരുന്ന് കഴിഞ്ഞാൽ ഇരിക്കന്നെ വേണ്ടി ഒരിക്കലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോൾ ധൈര്യമായിട്ട് എണീച്ച് നിങ്ങാണ്ട് ജോലി നോക്കുക. കിട്ടുന്ന ജോലിക്കാണെങ്കിൽ കിട്ടുന്ന ജോലിക്ക് പോവുക. ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇട്ടോളി. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഏത് ഫോണാണെന്ന് അറിയോ? പണ്ട് 2018 ഇറങ്ങിയ സാംസങ് നോട്ട് 8 എന്നൊരു ഫോണിലാണ്. ഇന്നും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിലാറ് നല്ല ഫോണുകൾ ചിലപ്പോൾ നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ എടുത്തോളി. ഒന്നും നോക്കണ്ട, വീഡിയോ എടുത്തുകൊണ്ട് യൂട്യൂബിൽ ഇട്ടോളി. ആരെന്ത് പറഞ്ഞാലും ഒന്നും നോക്കണ്ട, ഒന്നും മൈൻഡ് ഒക്കെ ഉണ്ടാവും.